ഒട്ടും കൂസലില്ലാതെയാണ് ആ സ്ത്രീ നടന്നു വരുന്നത്. ദേവൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ അവളെ നോക്കി നിന്നു. മുറ്റത്തെത്തിയ സ്ത്രീ ആ കുട്ട ദേവന്റെ മുൻപിൽ വെച്ചു. കുട്ടയിൽ ചില്ലുകുപ്പികളിൽ പലതരം അച്ചാറുകൾ. ഇഷ്ടമുള്ളതെടുത്തോ സാറേ. അവൾ ഉടുത്തിരിക്കുന്ന കള്ളിസാരിയുടെ തലപ്പ് അരക്കെട്ടിൽ തിരുകിക്കൊണ്ട് ദേവനെ നോക്കി നിന്നു. ദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ വശ്യമായി പുഞ്ചിരിച്ചു. നെറ്റിയിൽ വട്ടപ്പൊട്ടും മുടിയിൽ മുല്ലപ്പൂവും കരിമഷി എഴുതിയ കണ്ണുകളും. എടുക്ക് സാറേ. എനിക്ക് വേണ്ട. മുൻപുണ്ടായിരുന്ന സാറൊക്കെ എന്റേന്ന് അച്ചാറ് വാങ്ങുമായിരുന്നു. ഞാൻ മുമ്പുണ്ടായിരുന്ന സാറല്ല. എനിക്കൊന്നും വേണ്ട. നിങ്ങൾ പൊയ്ക്കോളൂ. ഭയങ്കര ദേഷ്യക്കാരനാണല്ലേ? ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചത്. നിങ്ങൾ വെറുതെ സമയം കളയാതെ ഇവിടുന്ന് പൊയ്ക്കോളൂ. സാർ ഒറ്റയ്ക്കാണോ ഇവിടെ താമസം? പെണ്ണുങ്ങളാരെയും കാണുന്നില്ലല്ലോ. സാറ് കെട്ടിയതാണോ? അപ്പോഴാണ് ദേവൻ ആ സ്ത്രീയുടെ മുഖം മറ്റൊരു മുഖവുമായി സാമ്യം തോന്നിയത്. നിങ്ങളല്ലേ ഇന്നലെ ആ ജോൺകുട്ടിയുടെ കൂടെ ഇവിടെ വന്നത്? അയ്യോ, സാറിന് ആളു മാറിപ്പോയി കാണും. ഞാൻ അത്തരക്കാരിയൊന്നുമല്ല. എത്തരക്കാരി? നിങ്ങളോട് ഞാൻ അങ്ങനെ പറഞ്ഞോ? അത്തരക്കാരിയല്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതോടെ എനിക്ക് മനസ്സിലായി ഇന്നലെ അവന്റെ കൂടെ വന്നത് നിങ്ങളാണെന്ന്. വേഗം പൊയ്ക്കോ. അത് പിന്നെ സാറേ, അയാളുമായിട്ട് പിണങ്ങണത് അപകടാ. അതാ ഞാൻ. ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. സാറിനെന്നെ ഇഷ്ടായില്ലേ? അവൾ പുഞ്ചിരിയിൽ കൂടുതൽ വശ്യത കലർത്തി. ഞാൻ ഇന്നേ വരെ ഒരു സ്ത്രീയെ തല്ലിയിട്ടില്ല. ദയവ് ചെയ്ത് എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ഇറങ്ങിപ്പോടി. ദേവന്റെ അലർച്ച കേട്ടതോടെ അവൾ അറിയാതെ കൊട്ടയെടുത്തു പോയി. അവൾ പിറുപിറുത്തുകൊണ്ട് വേഗം അവിടെ ഒന്ന് നടന്നു. ബംഗ്ലാവിന്റെ മുറ്റം കഴിഞ്ഞ് എസ്റ്റേറ്റ് ഗേറ്റിലേക്ക് നടക്കാൻ ഭാവിച്ചതോടെ പിറകിൽ നിന്നും നായ്ക്കളുടെ കുര കേട്ടു. അവയുടെ കുരയും മുരളലും കിതപ്പും കേട്ട് ഭയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. ആരുമില്ല. അവൾ എസ്റ്റേറ്റ് ഗേറ്റ് മറികടക്കാനായി വേഗത്തിൽ നടന്നു. ഇരുവശത്തുമുള്ള റബ്ബർ മരങ്ങൾക്ക് താഴെയുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും എന്തൊക്കെയോ പരുങ്ങുന്നു. എന്താണെന്ന് വ്യക്തമല്ല. നായ്ക്കളുടെ കുര വീണ്ടും ഉയർന്നു. നൂറുകണക്കിന് നായ്ക്കൾ ഒരുമിച്ച് കുരയ്ക്കുന്ന പോലെ തോന്നി അവൾക്ക്. അവൾ കുട്ടയുമായി ഓടി. തൊട്ടു പിറകിലെന്ന വണ്ണം നായ്ക്കളുടെ കുരയും കിതപ്പും കേൾക്കാം. എന്നാൽ അവയ്ക്ക് രൂപമില്ലായിരുന്നു. എസ്റ്റേറ്റ് ഗേറ്റിൽ തലയിടിച്ച് അവളുടെ നെറ്റിയിൽ നിന്നും ചോര പൊടിഞ്ഞു. ഗേറ്റിന്റെ തുരുമ്പെടുത്ത കമ്പിയിൽ കൊളുത്തി വലിച്ച് അവളുടെ സാരിയിലൊരു കീറലുണ്ടായി. ഭയത്താൽ അവൾ തിരിഞ്ഞു നോക്കാതെ ഓടി. അതിനോടകം അവളുടെ കയ്യിൽ നിന്നും ആ കുട്ട നിലത്ത് വീണിരുന്നു. കുട്ടയിൽ നിന്നും അച്ചാർ നിറച്ച ചില്ലുകുപ്പികൾ റോഡിൽ വീണ് പൊട്ടിച്ചിതറി. അച്ചാറിനാൽ റോഡിൽ ചുവന്ന ചായം പൂശപ്പെട്ടു. ദേവൻ തന്റെ സാധനങ്ങളെല്ലാം ബാഗിൽ നിറച്ചു. മുറ്റത്തേക്കിറങ്ങിയപ്പോൾ പേരമരത്തിലെ അണ്ണാൻ ദേവനെ നോക്കി ചിലച്ചു. ഞാൻ പോകുവാ. ഇവിടെ നിന്നെപ്പോലെയുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂ. മനുഷ്യർക്ക് പറ്റില്ല. ഇവിടെ ഇനി ഞാൻ നിന്നാൽ ഞാനല്ലാതാകും. നിന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ. വേണമെങ്കിൽ എന്റെ കൂടെ പോര്. ആ, അല്ലെങ്കിൽ വേണ്ട. വീട്ടിലെ പെണ്ണും കുട്ടികളും നിന്നെ കാണാതെ പേടിക്കും. ദേവൻ ബൈക്കിന്റെ താക്കോൽ എടുക്കാനായി വീണ്ടും വീട്ടിൽ കയറി. താക്കോൽ കാണുന്നില്ല. ടീപ്പോയിലും മുറിയിലും കട്ടിലിന്റെ അടിയിലും എല്ലായിടത്തും തിരഞ്ഞു. നിരാശയായിരുന്നു ഫലം. എവിടെയാണത് പോയത്? ദേവൻ വീണ്ടും വീണ്ടും തിരഞ്ഞു. കിട്ടിയില്ല. സമയം വൈകിട്ട് 5 മണി കഴിഞ്ഞു. വീടിന്റെ മുറ്റത്തേക്ക് ആ പിക്കപ്പ് വാൻ ചീറിപ്പാഞ്ഞു വന്നു നിന്നു. അതിൽ നിന്നും ജോൺകുട്ടി ഇറങ്ങി. ദേവനപ്പോൾ ഉമ്മറത്ത് തന്റെ ബൈക്കിന്റെ നഷ്ടപ്പെട്ട താക്കോൽ തിരയുകയായിരുന്നു. എന്താടോ കളഞ്ഞുപോയത്? വല്ല സ്വർണോ മറ്റോ ആണോ? എങ്കിൽ ഞാനും തിരയാം. കിട്ടിയ പകുതി തന്നാ മതി. ദേവൻ തല ഉയർത്തിക്കൊണ്ട് ജോൺകുട്ടിയെ രൂക്ഷമായി നോക്കി. ഹാ, എന്താ നോട്ടം! ഞാനങ്ങ് ദഹിച്ചുപോയി. ഇതാണോ നീ തിരയണത്? ജോൺകുട്ടി പോക്കറ്റിൽ നിന്നും ദേവന്റെ ബൈക്കിന്റെ ചാവി കയ്യിലെടുത്ത് ഉയർത്തി കാണിച്ചു. ഓ, നീയായിരുന്നല്ലേ? എനിക്ക് തോന്നിയിരുന്നു. ഇത്തരം വൃത്തികെട്ട കളികൾ നീയെ കളിക്കൂ. ചുമ്മാ തിളയ്ക്കാതടാ മോനെ. നിന്നേക്കാൾ വലിയവരുടെ തിള കണ്ടതാ ഞാൻ. ദേവൻ ജോൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. എന്റെ ചാവി തായോ. പറ്റുമെങ്കിൽ നീ വാങ്ങിച്ചോടാ. നിന്നോട് ചാവി തരാനാ പറഞ്ഞത്. ദേവൻ അരിശം കയറി. അവൻ ജോൺകുട്ടിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ജോൺകുട്ടി നിലത്ത് വീണു. ഞൊടിയിടയിൽ എഴുന്നേറ്റ ജോൺകുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. ദേവന്റെ ഇരു കൈകളും പിടിച്ചുകൊണ്ട് അയാൾ അവന്റെ നെഞ്ചിൽ തലകൊണ്ടിടിച്ചു.
വീണുകിടന്ന ദേവന്റെ നെഞ്ചിലേക്ക് ജോൺകുട്ടി ആഞ്ഞു ചവിട്ടി. ദേവൻ ഉരുണ്ടുമാറി. എഴുന്നേറ്റ ദേവന്റെ നെഞ്ചിൽ ജോൺകുട്ടി തൊഴിച്ചു. കരിയിലയിൽ വീണ ദേവന്റെ നെഞ്ചിൽ ജോൺകുട്ടി ചാടിക്കയറിയിരുന്നു. തന്റെ കൂർത്ത നഖങ്ങളാൽ അയാൾ ദേവന്റെ നെഞ്ചിൽ മുറിവുകൾ വീഴ്ത്തി. ദേവൻ ജോൺകുട്ടിയെ പിടിച്ചുകൊണ്ട് കരിയില കൂമ്പാരത്തിലൂടെ കെട്ടിമറിഞ്ഞു. ജോൺകുട്ടി ദേവന്റെ തല ഇരു കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി. ദേവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ദേവൻ സർവശക്തിയുമെടുത്ത് തന്റെ തലയെ അയാളുടെ കൈകളിൽ നിന്നും മോചിപ്പിച്ചു. ജോൺകുട്ടിയുടെ മുഖത്ത് ദേവൻ മുഷ്ടി ചുരുട്ടിയിടിച്ചു. ജോൺകുട്ടിയുടെ മൂക്കിൽ നിന്നും രക്തമൊഴുകി. രണ്ടുപേരും വീണ്ടും കരിയിലയിലേക്ക് വീണുകൊണ്ട് കെട്ടിമറിഞ്ഞുരുളുകയാണ്. ജോൺകുട്ടിയുടെ നെഞ്ചിൽ ദേവൻ ആഞ്ഞിടിച്ചു. ജോൺകുട്ടി ഒന്ന് ചുമച്ചു. ദേവനിൽ നിന്നും കുതറിമാറിയ ജോൺകുട്ടി വാനിന്റെ അരികിലേക്കോടി. സീറ്റിൽ നിന്നും തോക്കെടുത്തു. ദേവനെ നോക്കി കാഞ്ചി വലിച്ചു. ദേവൻ ചാടി മറിഞ്ഞുകൊണ്ട് ആ തോക്കിന്റെ തിരയിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. വെടിയേറ്റ് റബ്ബർ മരത്തിൽ നിന്നും പാലൊഴുകി. അടുത്ത തിര തോക്കിൽ നിറയ്ക്കുന്നതിന്റെ തിരക്കിൽ തന്റെ ഇടതുവശത്തുകൂടി പാഞ്ഞു വന്ന ദേവനെ ജോൺകുട്ടി കണ്ടില്ല. ദേവൻ ജോൺകുട്ടിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അയാളുടെ കയ്യിലെ നാടൻ തോക്ക് തെറിച്ചു വീണു. ജോൺകുട്ടിയുടെ മുഖത്തു നിന്ന് രക്തം വീണ്ടും ഒഴുകാൻ തുടങ്ങി. ദേവൻ ജോൺകുട്ടിയെ ചവിട്ടി മറിച്ചിട്ടു. അടുത്ത് കിടന്നിരുന്ന തോക്കെടുത്ത് ദേവൻ ജോൺകുട്ടിയുടെ തലയ്ക്കടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജോൺകുട്ടി തോക്കിൽ പിടുത്തമിട്ടു. രണ്ടുപേരും തോക്കിനു വേണ്ടി പിടിവലിയായി. ഒടുവിൽ ദേവൻ ജോൺകുട്ടിയിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി. തോക്കിന്റെ പാത്തി കൊണ്ടുള്ള അടിയേറ്റ് ജോൺകുട്ടി കരിയിലയിൽ അമർന്നു വീണു. ദേവൻ ജോൺകുട്ടിയെ വീണ്ടും വീണ്ടും അടിച്ചു. ജോൺകുട്ടി ഞരങ്ങാൻ തുടങ്ങി. ദേവൻ ജോൺകുട്ടിയുടെ പോക്കറ്റിൽ നിന്നും ബൈക്കിന്റെ ചാവിയെടുത്തു. ബൈക്കെടുത്ത് ബാഗുമായി തന്റെ മുൻപിലൂടെ കടന്നുപോയ ദേവനെ നോക്കി ജോൺകുട്ടി നിസ്സഹായനായി കിടന്നു. ദേവൻ എസ്റ്റേറ്റ് ഗേറ്റ് മറികടന്ന് മെയിൻ റോഡിലൂടെ പോവുകയാണ്. ചാറ്റൽ മഴയുണ്ട്. ബൈക്ക് തെന്നിപ്പോകാതെ ഇരിക്കാൻ ശ്രദ്ധയോടെ ഓടിച്ചു. തന്റെ മുഖത്തെയും നെഞ്ചിലെയും മുറിവും രക്തവും കണ്ട് വീട്ടുകാർ വിഷമിക്കുമെന്നുള്ളതായിരുന്നു അയാളുടെ ചിന്ത. ദേവൻ ഹെൽമറ്റിന്റെ ഗ്ലാസ് ഉയർത്തി. മുഖത്ത് പതിയുന്ന മഴത്തുള്ളികൾ രക്തത്തെ കഴുകിക്കളയുകയാണ്. ദേവന് നീറ്റൽ അനുഭവപ്പെട്ടു. കരിയിലയിൽ മയങ്ങിക്കിടക്കുന്ന ജോൺകുട്ടിയുടെ മുഖത്ത് വീണ ജലഗണം അയാളെ ഉണർത്തി. ആടിയുലഞ്ഞുകൊണ്ട് അയാൾ വാനിൽ കയറി. പതിയെ വാൻ സ്റ്റാർട്ട് ചെയ്ത് അയാൾ എസ്റ്റേറ്റിൽ നിന്നും പുറത്തു കടന്നു. ദേവനെ കിട്ടാത്തതിന്റെ കലി റോഡിലൂടെ പോയിരുന്ന ഒരു പൂച്ചയിലാണ് അയാൾ തീർത്തത്. വാനിന്റെ ഇടിയേറ്റ് പൂച്ച തൽക്ഷണം ചത്തു. ജോൺകുട്ടി വഴിയരികിൽ വണ്ടി നിർത്തി ഒരു പെട്ടിക്കടയിൽ നിന്നും കുപ്പിവെള്ളം വാങ്ങി തലയിലൊഴിച്ചു. എന്നിട്ട് വണ്ടി പുറകിലേക്കെടുത്തുകൊണ്ട് ഒരു വീട് ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. ത്രേസിയും ആൻസിയും അടക്കം 9 പെണ്ണുങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലേക്കാണ്, അഥവാ സ്ത്രീകളെ മാംസത്തിനു വേണ്ടി വളർത്തുന്ന ആ ഫാമിലേക്കാണ് ജോൺകുട്ടി പോകുന്നത്. ആ വീടിന്റെ കമ്പിവേലിക്കരികിലുള്ള ഒരാൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കവാടത്തിലൂടെ ഗേറ്റും തള്ളി തുറന്ന് അയാൾ ആ മുറ്റത്ത് പ്രവേശിച്ചു. ആൻസി എവിടെ? ഇവിടെ വാടി. അത് കേട്ട് ആ സ്ത്രീകൾ പേടിച്ചു വിറച്ചു. ജോൺകുട്ടി വീടിനുള്ളിൽ പ്രവേശിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളുടെ ചോറുകിണ്ണങ്ങൾ അയാൾ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ആൻസി, എവിടെടി നീ? നിങ്ങളുടെയെല്ലാം രക്ഷകൻ എന്നെ ഒന്ന് ചൊറിഞ്ഞു. തൽക്കാലം അതിന്റെ ശിക്ഷ നിങ്ങളാരും അനുഭവിക്കണ്ട. അവള് മാത്രം അനുഭവിച്ചാൽ മതി. ജോർജ് സാറിന് ആരും തൊടാത്ത മറ്റൊരു പെണ്ണിനെ ഞാൻ കൊടുക്കും. ഇവളെ എനിക്ക് വേണം. ആൻസി, വാടി ഇവിടെ. ആൻസി വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. പിന്നാലെ കുതിച്ച ജോൺകുട്ടിയെ ത്രേസി തടയാൻ ശ്രമിച്ചു. ജോൺകുട്ടിയുടെ അടിയേറ്റ് വീണ ത്രേസിയുടെ ബോധം മറഞ്ഞു. ജോൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ച രമയുടെ അടിവയറ്റിൽ ആ മൃഗം ആഞ്ഞു ചവിട്ടി. ആ പാവം സ്ത്രീ വയറിൽ കൈയമർത്തിക്കൊണ്ട് നിശ്ചലയായി കിടന്നു തേങ്ങി. ആൻസി ഓടിക്കയറിയത് ഒരു ചെറിയ കാട്ടിലേക്കായിരുന്നു. പിന്നാലെ ഓടിക്കൊണ്ട് ജോൺകുട്ടിയും അവിടെ എത്തി. പാവാടയും ബ്ലൗസും ധരിച്ച ആ 17കാരിയെ നോക്കി ജോൺകുട്ടി നാവ് നുണഞ്ഞു. അയാൾ അവളുടെ മേൽ ചാടി വീണു. ജോൺകുട്ടിയുടെ കയ്യിൽ കിടന്ന് പിടയുന്നതിനിടയിൽ ആൻസി അയാളുടെ കയ്യിൽ കടിച്ചുകൊണ്ട് കുതറിയോടി. ഓട്ടത്തിനിടയിൽ കല്ലുകളിൽ തട്ടി അവൾ മറിഞ്ഞു വീണു. ജീവനും മാനത്തിനും വേണ്ടി അവൾ തന്റെ പാവാടയെ മുതുക്കി പിടിച്ചുകൊണ്ട് ഓടുകയാണ്. മുയൽ കുഞ്ഞിനെ റാഞ്ചിയെടുക്കാൻ വരുന്ന വേട്ടപ്പരുന്തിനെ പോലെ ജോൺകുട്ടി പുറകിൽ തന്നെയുണ്ട്.
ഒരു ചെരുവിൽ കാലിടറി ആൻസി വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ കുരുങ്ങിക്കിടന്നു. അവൾ ആകും വിധം കുതറി. അടുത്ത നിമിഷം വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നിന്നും അവൾ താഴേക്കുരുണ്ടുപോയി. ചെരുവിലൂടെ ജോൺകുട്ടി താഴേക്കൂർന്നിറങ്ങി. എന്നാൽ അതിനോടകം ആൻസി ജോൺകുട്ടിയുടെ കൺവെട്ടത്തു നിന്ന് എങ്ങോ ഓടി മറഞ്ഞിരുന്നു. കിതപ്പ് പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് വൻമരങ്ങളുടെ മറയിലൂടെ അവൾ എങ്ങോട്ടോ നടന്നു നീങ്ങുകയാണ്. ആൻസിയെ കാണാത്ത അരിശത്തിൽ അയാൾ അലറി. മരങ്ങളിൽ ചേക്കേറിയ കാട്ടുപ്രാവുകൾ ആ അലർച്ച കേട്ട് ചിറകടിച്ചെങ്ങോ പറന്നുപോയി. ജോൺകുട്ടി ചുറ്റും നോക്കി. ആരുമില്ല. സൂര്യൻ അസ്തമിച്ചതോടെ കാടിനുള്ളിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങുകയാണ്. അതിനിടയിൽ ഒരു പെൺകുട്ടിയുടെ കിതപ്പ് അയാളുടെ ചെവികൾ തിരിച്ചറിഞ്ഞു. മുന്നിലാണത്, തൊട്ടുമുന്നിൽ. ജോൺകുട്ടി എലിയെ പിടിക്കാനൊരുങ്ങിയ പൂച്ചയെ പോലെ പതിയെ നിലത്ത് കാലുകൾ അമർത്തി നടന്നു. തൊട്ടുമുന്നിൽ ഒരു വൻമരത്തിന്റെ പുറകിൽ പുറംതിരിഞ്ഞ് കിതപ്പോടെ ഒളിച്ചു നിൽക്കുന്ന ആൻസി. അവളുടെ പാവാടയിൽ കാട്ടുമുള്ളുകൾ സമ്മാനിച്ച കീറലുകളുണ്ട്. ആൻസി കടിച്ചു മുറിവേൽപ്പിച്ച കൈയിലേക്ക് ജോൺകുട്ടി അരിശത്തോടെ നോക്കി. അതിൽ രക്തം കിനിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. തന്റെ കയ്യിൽ കെട്ടിയ രക്ഷ കാണുന്നില്ല. നടന്ന സംഭവങ്ങൾക്കിടയിൽ എപ്പോഴോ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്ത നിമിഷം എണ്ണമറ്റ നായ്ക്കൾ ഒരുമിച്ച് ഓരിയിടാൻ തുടങ്ങി. മനുഷ്യമാംസം അഴുകിയ മണം ജോൺകുട്ടിയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി.